അങ്ങനെ വിഡ്രോ ചെയ്തതിന് ശേഷം പോലീസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ വിഡ്രോൾ നടത്തിയതിനു ശേഷം പോലീസ് അന്വേഷിച്ചിട്ട് വന്നെത്തുക അവസാനം ഈ വിദ്യാർത്ഥികളിലേക്കാണ്. കാരണം ഈ വിദ്യാർത്ഥി ഒരാളെ പറ്റിക്കപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസ അവസാനം വിഡ്രോവൽ നടക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ്. 3000-4000 രൂപക്ക് വേണ്ടിയിട്ട് 5ഉം 6ഉം 10ഉം ലക്ഷം രൂപ അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. കാരണം 420 പോലെ IPC ഒഫൻസാണ്, 7 വർഷം വരെ തടവുള്ള ഒഫൻസാണ്, നോൺ ബെയിലബിൾ ആണ്. ജാമ്യം കിട്ടുന്നത് വരെ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. കോഴിക്കോടൊക്കെ ചില പോലീസ് സ്റ്റേഷനിൽ 50ഓളം ക്രൈംസ് ഒറ്റ സ്റ്റേഷനിൽ ഇതേ ടൈപ്പ് ഓഫ് ഒഫൻസസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. ഒരാൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവർ കനറ ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ HDFC ഏത് ബാങ്കിൽ പോയി കഴിഞ്ഞാലും ഇവർക്ക് 0 ബാലൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ 1000 റുപ്പീസ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബാങ്ക് അക്കൗണ്ട് ദ എൻറ്റയർ പൗച്ച് കിട്ടും. ചെക്ക് ബുക്ക്, ATM കാർഡ്, പാസ്ബുക്ക് കാര്യങ്ങൾ, അതിൻ്റെ ഒപ്പം ഇവരൊരു പുതിയ സിം എടുത്തിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഇട്ട് ലിങ്ക് ചെയ്യും. ഇവർ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ. കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഫസ്റ്റ് ഇയർ ഓഫ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 5000 രൂപ പോക്കറ്റ് മണി കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യും പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ മന്തി കഴിക്കാൻ പോകാനോ എന്തിനായി കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5000 രൂപ കിട്ടേണ്ട ഒരു പരിപാടിയുണ്ട്. ഒന്നുമില്ല, ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ട് വേറെ ആൾക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് ആ പെട്ടി അങ്ങനെ തന്നെ ആ അഡ്രസ്സിലേക്ക് സ്പീഡ് പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് 5000 രൂപ നിങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല. കുട്ടികൾ ചോദിക്കുമ്പം വേറെയും പല ആളുകളും ചെയ്തിട്ടുണ്ട് 6 മാസം മുമ്പ്, 1 വർഷം മുമ്പ്, യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു കേസും ഇല്ല. കുട്ടികളോട് പിന്നെ ഒരു അഷുറൻസും കൂടെ കൊടുക്കും. മാക്സിമം 15 ലക്ഷം രൂപ വരെയാണ് ഈ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. അതുകൊണ്ട് അതിനെതിരെ ലീഗൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കും. പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. ഇതിൻ്റെ ഒരു ക്രൈമിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതൊരു തേർഡ് പേഴ്സണിന് കൊടുക്കുകയാണ്. ആ തേർഡ് പേഴ്സൺ ഇതെടുത്തിട്ട് ഹവാല മണി ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ സൈബർ ഫ്രോഡ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും ഇതെവിടെയാണ് എത്തുന്നതെന്ന് അറിയില്ല. ഈ കുട്ടീനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 10000 രൂപ വേറെ ആൾ കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ഈ കുട്ടിയുടെ ഫ്രണ്ട് അപ്രോച്ച് ചെയ്യുന്നത്. ആ കുട്ടീനെ അടുത്ത ആൾ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആൾക്ക് ഒരു 15000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ അവസാനം എത്തിപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഐദർ ഇറ്റ് വിൽ ബി എ ഹവാല ഡീലിംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഫ്രോഡ് സൈബർ ക്രൈം ചെയ്യുന്ന ആളുകൾ. ഇനി ഇവരുടെ ഓപ്പറേഷൻ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ മൊബൈലിൽ മെസ്സേജ് വരാറുണ്ട്, 150 രൂപ ഏൺ ചെയ്യൂ, വീട്ടിലിരുന്ന് പണം സമ്പാദിക്കൂ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വരും. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു ഗൂഗിൾ മാപ്പ് റിവ്യൂ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു 150-200 രൂപ അവർ അയച്ചു തരും. അങ്ങനെ നമ്മൾ ആ സൈബർ ഫ്രോഡിൻ്റെ വിക്ടിംസ് ആയിട്ട് മാറും. നമുക്ക് 150 കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. നമ്മൾ വീണ്ടും അവർ പറയുന്ന ടാസ്കുകൾ ഫോളോ ചെയ്യും. അത് 1000 രൂപ നമുക്ക് തരും, അവർ 5000 രൂപ തരും വേറൊരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ. അവർ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ചേർക്കും. എന്നിട്ട് ഒരു ഓൺലൈൻ ട്രേഡിംഗ് ഉണ്ടെന്ന് പറയും. എന്നിട്ട് നമ്മളോട് 10000 രൂപ നിക്ഷേപിക്കാൻ പറയും. നമുക്കത് 24 മണിക്കൂർ കഴിയുമ്പോൾ അവർ 20000 രൂപ നമുക്ക് മടക്കി തരും. ഇതൊക്കെ ചെയ്തതോടുകൂടി നമ്മൾക്ക് അവരുമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാവും. നമ്മൾ അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും. നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ മെൻറ്ററായിട്ട് അവർ മാറിയിട്ടുണ്ടാവും. പിന്നീട് അവരുടെ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നിക്ഷേപിക്കും. 20000 40000 ആവാൻ വേണ്ടിയിട്ട് 40000 പിന്നെ നമ്മളോട് പറയും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും അവർ. ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഒരു നിങ്ങളുടെ ഇതുവരെ ഏൺ ചെയ്ത ബാലൻസ് ഒക്കെ ഇനി ആപ്പിൻ്റെ വാലറ്റിൽ കാണിക്കുന്നു പറയും. അപ്പോൾ ആപ്പിൻ്റെ വാലറ്റിൽ ഓഫ് കോഴ്സ് 40,000 കാണിക്കും. അപ്പോൾ ഇവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഇവർ പറയുന്നതിനനുസരിച്ച് നിക്ഷേപിക്കും. ആ 40,000 80,000 ആവും. അപ്പോൾ അവരോട് പറയും 80,000 നമ്മൾ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ അവർ പറയും ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് ഫൈനാൻഷ്യൽ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങൾ 1 ലക്ഷം കൂടി ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് അടക്കം 4 ലക്ഷം വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ നമ്മൾ 1 ലക്ഷം കൂടി ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ 1,80,000 ആയി. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നമ്മളുടെ വാലറ്റിൽ 4 lakh എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ അവർ വേണ്ടി വീണ്ടും ടെക്നിക്കൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് പല ആളുകളും 14 ലക്ഷം എത്തുമ്പോൾ, 50 ലക്ഷം എത്തുമ്പോൾ, 1 കോടി എത്തുമ്പോഴാണ് ആളുകൾ റിയലൈസ് ചെയ്യുക ഞാൻ സൈബർ ഫ്രോഡിൻ്റെ വിക്ടിം ആയിട്ടുണ്ട്, എൻ്റെ 1 രൂപ പോലും എനിക്ക് ഈ വാലറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വേറെ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ജൂറിസ്ഡിക്ഷനുള്ള പോലീസ് സ്റ്റേഷനെ അപ്രോച്ച് ചെയ്യുന്നു, പോയിട്ട് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം പോലീസിന് എന്താ ചെയ്യാൻ പറ്റുക,
ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ പൈസ പോയിട്ടുള്ളത്, എവിടെയൊക്കെയാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, ആ അക്കൗണ്ട്സ് ഒക്കെ ഇവർ ഫ്രീസ് ചെയ്യും. അപ്പോൾ ഇവരുടെ അന്വേഷണത്തിൽ ഫസ്റ്റ് കിട്ടുന്ന ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കും പോയിട്ടുണ്ടാവും. ഈ അക്കൗണ്ട് ചിലപ്പോൾ ഒരു 24 hour വർക്ക് ചെയ്യുന്ന അക്കൗണ്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്യുന്ന അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സൈബർ ഫ്രോഡ് നടക്കുന്ന സമയത്തുള്ള ഒരു ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും, ട്രേഡിംഗ് അക്കൗണ്ട്സ് ആയിരിക്കും. ഈ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നു. ഈ അക്കൗണ്ടിൽ നിന്ന് പിന്നെ പല അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് വിഡ്രോവൽ നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ് ശേഖരിച്ച് വെച്ചിട്ടുള്ള അക്കൗണ്ട്സിലേക്ക് ത്രൂ ആണ്. കാരണം ഒറ്റയടിക്ക് 15ന്റെ മുകളിൽ ലക്ഷം രൂപ വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് ഒറ്റയടിക്ക് 1 ലക്ഷം കോടിയൊക്കെ ഒരാളെ പറ്റിച്ചിട്ട് പെട്ടെന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് ആ വിഡ്രോവൽ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഇതിന് മ്യൂൾ ബാങ്ക് അക്കൗണ്ട്സ് എന്നാണ് പറയുക. ഈ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ശേഖരിച്ച് വെക്കുന്നത്. എന്നിട്ട് പല അക്കൗണ്ട് ത്രൂ 15 ലക്ഷം രൂപകൾ വെച്ചിട്ട് ഇവർ വിഡ്രോ ചെയ്യും. അങ്ങനെ വിഡ്രോ ചെയ്തതിന് ശേഷം പോലീസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ വിഡ്രോവൽ നടത്തിയതിനു ശേഷം പോലീസ് അന്വേഷിച്ചിട്ട് വന്നെത്തുക അവസാനം ഈ വിദ്യാർത്ഥികളിലേക്കാണ്. കാരണം ഈ വിദ്യാർത്ഥി ഒരാളെ പറ്റിക്കപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസ അവസാനം വിഡ്രോവൽ നടക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ 15, 20, 25 ലക്ഷം രൂപയുടെ വിഡ്രോവൽ നടന്നിട്ടുണ്ടാവും. ഇതിനെതിരെ ക്രൈം പല സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ചില പോലീസുകാർ അന്വേഷിച്ച് വരും, ചില ആളുകൾ വരില്ല. വരുന്ന ആളുകൾ ഐദർ ദേ വിൽ ഹാവ് ടു സെറ്റിൽ ദ മാറ്റർ. എത്രയാണ് ഇവർ വിഡ്രോ ചെയ്തിട്ട് ആ മൊത്തം പൈസ കുടുംബം തിരിച്ചു കൊടുക്കും. 3000-4000 രൂപക്ക് വേണ്ടിയിട്ട് 5ഉം 6ഉം 10ഉം ലക്ഷം രൂപ അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. കാരണം 420 പോലെ IPC ഒഫൻസാണ്, 7 വർഷം വരെ തടവുള്ള ഒഫൻസാണ്, നോൺ ബെയിലബിൾ ആണ്. ജാമ്യം കിട്ടുന്നത് വരെ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഒരു 15-30 ദിവസമാവും പ്രാക്ടിക്കലി ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ദിവസം മകൻ അല്ലെങ്കിൽ മകൾ ജയിലിൽ കിടക്കുന്നത് ആലോചിച്ചിട്ട് വീട്ടുകാർ പൈസ എടുത്തു കൊടുക്കും. സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥകൾ. വീടിൻ്റെ 10 സെൻറ്റ് സ്ഥലമുള്ള ആൾ 5 സെൻറ്റ് വിറ്റിട്ട് സെറ്റിൽ ചെയ്യാൻ വന്ന ആളുകൾ എനിക്ക് പരിചയമുണ്ട്. കോഴിക്കോടൊക്കെ ചില പോലീസ് സ്റ്റേഷനിൽ 50ഓളം ക്രൈംസ് ഒറ്റ സ്റ്റേഷനിൽ ഇതേ ടൈപ്പ് ഓഫ് ഒഫൻസസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്.